മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, ലെറ്റർ ഓഫ് സെന്റ് ജേക്കബ് ചാപ്റ്റർ 4:6, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അഹങ്കാരം നമ്മെ ദൈവകൃപയിൽ നിന്ന് അകറ്റി നിർത്തുകയും ആത്മീയ ചൈതന്യം നമ്മിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യും. അഹങ്കാരികൾക്ക് മനുഷ്യരിൽ നിന്ന് സ്നേഹം ലഭിക്കുകയില്ല. നാം ഈ പാപത്തിൽ വീഴാതിരിക്കാൻ പ്രത്യേകം കരുതിയുള്ളവരായിരിക്കണം. ദൈവം അഹങ്കാരികളോടല്ലാതെ മറ്റാരോടും എതിർത്തു നിൽക്കുന്നില്ല. ദൈവം ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. താഴ്മയുള്ളവനെ ദൈവം രക്ഷിക്കും. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്ന് ജീവിക്കണം. താഴ്മയുള്ളവരെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നാം കാണുക. സ്വയം മനസ്സിലാക്കുവാൻ വിഷമമുള്ളതും മറ്റുള്ളവർക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ പ്രയാസമുള്ളതുമായ പാപമാണ് അഹങ്കാരം. നമുക്ക് പ്രധാന സ്ഥാനം കിട്ടാതെ വരുമ്പോൾ വെറുപ്പും നിരാശയും നമ്മെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ അഹങ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് അർത്ഥം. മറ്റുള്ളവരോട് നമുക്ക് അസൂയ തോന്നുന്നെങ്കിൽ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അഹങ്കാരിക്കൊരിക്കലും സമാധാനമുണ്ടായിരിക്കുകയില്ല. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കടമകളാവുന്നത്ര ഭംഗിയായി നിറവേറ്റണം. സ്ഥാനമാനങ്ങളും പദവികളും നമ്മുടെ ലക്ഷ്യമാകരുത്. അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിൽ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കും. അഹങ്കാരിയായ ഹാമോനെ താൻ പണിത കഴുമരത്തിൽ വെച്ച് തന്നെ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. നിഗളിച്ച ദൂതന്മാരോട് പിശാചുക്കളായി തീർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. നിഗളം നമ്മെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തും. ദൈവത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ചെറുതാകുവാൻ തക്ക വലിയ മനുഷ്യർ വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ ആവണം. എളിമയോടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ, എളിമയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.